വൈറ്റ് അല്ല വേറെ കളറായി ലൈറ്റ് വൈറ്റിലല്ലേ വേണ്ടത്. പക്ഷെ അത് ഇത് കല്യാണത്തിൻ്റെ അടുത്ത് ലൈറ്റ് വൈറ്റ് ആണ്. പക്ഷെ അത് നിട്ട് ഇവൽക്കാർക്കും പറ്റിയില്ല. ആവോ ഉണ്ണി വാവോ ഇവനെ മെരുക്കാൻ ആർക്കെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ വന്നോളി. പറ്റിയ രസമുണ്ടമ്മ ലൈറ്റ് വൈറ്റിൽ ഇതൊക്കെ. ആ കോട നേരെ നോക്കി നിൽക്കണ നേരം വല്ല വണ്ടി പോകുന്നളി വെല്ല വെല്ല പോന്നാ. ഞാൻ ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു വണ്ടറിങ് വൈബ്സ്. അപ്പോൾ രണ്ട് കുഞ്ഞു ബേബികളുണ്ട്, ഷെബുവിൻ്റെ വടിയിലും എൻ്റെ വടിയിലും, നമ്മളെ അതിമോനും നമ്മളെ മറിയമ്മോളും. അപ്പോൾ ഇതാ ഞങ്ങൾ തിരിച്ചു പോകാനായി ഷെബുട്ടിയെ. നമ്മളെ വെക്കേഷനും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാനായി. അപ്പോൾ പോകുന്നതിന് മുന്നേ ഒരു ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിന്ന് പുറത്ത് പോകാം കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഷോപ്പിങ്, ഇവിടുന്ന് പോകുമ്പോഴും ഷോപ്പിങ്. അത് കൂട്ടാ അത് ഇങ്ങോട്ട് വയ്ക്കാം. എന്റെ കുട്ടിനെ വീഡിയോയിൽ കാണില്ല എന്ന് എല്ലാവർക്കും എന്നും പരാതിയാണ്. വലുതായി ഓനെ കിട്ടലില്ല. ഇപ്പൊ അങ്ങനെ ഇവനെ കിട്ടും, വെളിയെ കിട്ടും. അപ്പൊ എല്ലാരും ഉണ്ട് കേട്ടോ. ഞാൻ എന്റെ പൊന്നാണ്. അപ്പൊ വലിയ പങ്കളില്ല, ചെറിയ പങ്ങളുണ്ട്. വലിയ പങ്ങളെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, അളിയൻ വന്നിട്ടുണ്ട്. അപ്പൊ അവൾ അവിടെയാണ്, വാടിയമ്പലത്താണ്. അപ്പൊ ഞാനും ചെറിയ പങ്ങളും ഉമ്മയും ഉപ്പിയും ഞങ്ങൾ മാത്രമായിട്ട് പോകണം അല്ലേ. പിന്നെ ഇവിടെ നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഷെബുവിന് ഫേവറേറ്റ് സ്പോട്ട് ഉണ്ട്, അവിടെ പോകലുണ്ട്. അപ്പൊ പോണതിന് മുന്നേ ഓൾക്ക് മസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് വിസിറ്റ് ചെയ്യണം. ഓളെ തറവാട് മസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അവിടെയും ഒന്ന് പോകണം. അപ്പൊ എല്ലാം കൂടിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പൊ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ് ചെയ്യുക, അതിനെല്ലാം ചെയ്യുക. അപ്പൊ ഇതാ നമ്മളെ കണ്ടോ കുഞ്ഞു ബേബിനെ ഇരുത്തി കുത്തിരിക്കുന്നുണ്ട്. മാഷാ അല്ലാ, ഇവളെ ഒരു ഫോട്ടോഷൂട്ടിന്റെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണത്തിലൊക്കെ ഒന്ന് കാണിട്ടോ. ഓളയില് എന്താ തകർത്ത് അഭിനയിക്കണ്ടില്ലടി കുഞ്ഞു പാത്തൂസ്. അപ്പൊ ഇതാ ഞങ്ങൾ ഇറങ്ങാൻ കാത്തിക്കട്ടോ. അമ്മാനിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ രാവിലെ ചായ കുടിച്ച് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് റെഡി ആയതാണ്. പക്ഷെ ഇതുവരെ കുട്ടികൾ ഇമ്പലൊക്കെ ഒരുങ്ങി കിട്ടി ഇറങ്ങണ്ടേ. എന്റെ പാത്തോ, ഇതിന്റെ ലൈക്ക് മോളാണ്, ഇന്റെ സുന്ദരി പെണ്ണാണിത്. ആ ഇതേതാ സാരിമ്മ? ഇത് കാണാത്ത സാരിയാണല്ലോ ഒന്ന് ഷെബു. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോക്കട്ടെ, ഇങ്ങോട്ടേക്ക് ഞാൻ ഉച്ചക്ക് ചോറുണ്ടാക്കണ്ടായിരുന്നു. എന്തിനാണ് പറയും? രാവിലെ ചായ കുടിച്ചിട്ട് നേരത്തെ പോകാൻ വേണ്ടിട്ടാണ് ഉച്ചക്ക് ചോറ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ സമയം എന്തായി? 1:18. അപ്പൊ ചോറ് കഴിച്ചിട്ട് പോയിക്കൂടേനോ? ഞാൻ പെരുന്തൽമണ്ണന്ന് ചോറ് കഴിച്ചാന്ന് പറയേണ്ട കാരണം എന്താണ്? നേരത്തെ പോകാനാണ്. അന്ത്യാവും. അതുകൊണ്ടാണ് ഞാൻ എന്തായി കണ്ടോ. ഇപ്പൊ സമയം നോക്കി നിങ്ങൾ പറയും. ഞാൻ എപ്പോ മാറ്റിരിക്കൽ തുടങ്ങിയതറിയോ ഇവിടെ? അല്ല, ഇത് ലൈറ്റ് വൈറ്റ് ആണല്ലോ, പിന്നെന്തിനാ നിങ്ങൾക്ക് വേറെ ലൈറ്റ്? അന്നിർത്തേതാ മാഷാ അല്ലാ. ഇതിപ്പോ നമ്മള് മേലാറ്റൂര് നിർത്താണേ. എന്തിന്? കല്യാണം ഉണ്ട് 9-ാം തീയതി. അപ്പൊ ആ കല്യാണത്തിന് എടുത്ത സാരിയാണ്. അപ്പൊ ഇനി കല്യാണത്തിന് പുതിയ എടുക്കണം. നിങ്ങൾക്ക് തിരക്കടില്ല ഏതായാലും. അതിനാണ് ഇപ്പൊ ഇന്ന് പോണേ. തിരക്കടില്ല എനിക്ക് ഏതായാലും. അങ്ങനെ ഒരുത്തിറങ്ങി പോണ. എടുക്കാണ് ഇജ്ജ് ഗോവ ട്രിപ്പ് സുന്ദരി പോരി മപ്പൂ ഇറങ്ങല്ലേ പോരി വായി. അപ്പൊ ഇതാക്കണേ ഞങ്ങൾ ഇറങ്ങിട്ടോ. ബാക്കിലാക്കണേ. ഇനിമ്പ 2 ആളും കൂടി കയറ്റാൻ സ്ഥലം ഉണ്ടോ? ഇനി ഞങ്ങൾ ഫ്രണ്ടിലൂടെ ഉപ്പിയോടും കയറിയാൽ മതി. ഇപ്പൊ അവിടെ ഗേറ്റ് അടക്കാണ്. അപ്പൊ ഞങ്ങളിതാ ഇനി നേരെ പെരിന്തൽമണ്ണക്കില്ലേ അമ്മ. ജമ്മ എന്തറിയോ 8 മണിക്ക് ഇറങ്ങാൻ തുടങ്ങിയതാണ്. എന്താണ് ഇഞ്ഞു അവിടെ നിക്ക സ്ഥലല്ല, സ്ഥല പരിമിതികളുണ്ട്. കച്ചറ ഉണ്ടാക്കാതെ അവിടെ നിക്ക, പുടിച്ചു വലിച്ചാതെ കേട്ടോ. ആ കേറി പോവാ. അപ്പൊ തുണിക്ക് ടീഷർട്ടായോ അമ്മ? അപ്പൊ തന്റെ തുണിക്ക് ടീഷർട്ട് രസമല്ല, പാൻറ്റൊക്കെ രസം. ആ അപ്പൊ ഇതാ ഞങ്ങള് ഇറങ്ങി. പള്ള പറഞ്ഞിട്ട് ഏതായാലും പാൻറ്റുകൾ ഇട്ട് ചൊർക്കുണ്ടാവൂല. അപ്പൊ ഞങ്ങള് നേരെ പെരിന്തൽമണ്ണ ഫൈസി കട്ട വന്നിരിക്കണത്. ഫുഡ് കഴിച്ചിട്ട് ഇനി വേറെ എന്ത് പരിപാടി എന്ന് പറഞ്ഞു. കാരണം സമയം 2:04. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഫുഡ് കിട്ടൂല. പെരിന്തൽമണ്ണ ഫൈസി. ഞാൻ ഫസ്റ്റ് ആയിട്ട് ഈ ഹോട്ടലിലേക്ക് വരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് അല്ലേ ഹോട്ടലിൽ വരുന്നത്. നമ്മൾ മസാല ചില്ലീസ് അങ്ങനെയല്ലേ പോക്ക്. ഫസ്റ്റാണ് ഫൈസിക്ക്. അടക്കം എന്തൊക്കെ ഉണ്ടാവും നമുക്ക്. ടുഡേ മെനു പൊറോട്ട, തേങ്ങാച്ചോറ്, ചപ്പാത്തി, നെയ്ച്ചോറ്, നാടൻ കോഴി വരട്ട്, ചിക്കൻ കൊണ്ടാട്ടം. സ്പെഷ്യലൊക്കെ ഉണ്ട് കേട്ടോ. തേങ്ങാച്ചോറ്, മറ്റേത് മറിച്ചതൊക്കെ അടിപൊളി. കാര്യമായിട്ട് അത്യാവശ്യം തിരക്കുണ്ട്.
ഹലോ അതിമോനെ സുട്ടേ ആ മുയൽ വരട്ട് ആട്ടിൻ തല പുതിയാപ്പിള പോത്തിനിറച്ചി വരട്ട് മുയൽ വരട്ടിന് മുയലിന്റെ ഫോട്ടോ. അപ്പൊ അതാ ഇതുപോലെ കൊടുന്നു വെക്കാം കേട്ടോ. ഇത് നെയ്ച്ചോറ്, അത് തേങ്ങാച്ചോറ്. ഇങ്ങനെ ടേസ്റ്റ് ആ ഷേപ്പ് കുട്ടി പിടിച്ച് വലിക്കുന്നുണ്ട്. തേങ്ങാച്ചോറ് മറ്റേ നമ്മളെ തേങ്ങാച്ചോറ്. ഇതെന്ത് റൈസാ? ആ അതെന്ത് റൈസാടി? ഇത് ബിരിയാണി റൈസ് അല്ലേ? 3 റൈസാട്ടോ. ഒരാൾക്ക് 50 റുപ്യ. അൺലിമിറ്റഡ് ചോറ്. ഇത് എത്രയും നമുക്ക് കഴിക്കാം, എത്രയും ചോറ് കഴിക്കാം. ഇത് 50 റുപ്യ കേട്ടോ ഒരു ഇതിന്. നമുക്ക് ഒരാൾക്ക് അപ്പോൾ എത്രയും നമുക്ക് കഴിക്കാം. അൺലിമിറ്റഡാ. സംഭവം ലാഭം അല്ലേ? ഇങ്ങനെ റൈസൊക്കെ എങ്ങനെ ഉണ്ട് നോക്കി ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ വരട്ട്. ശിവ പഠിച്ച ചെടി, വഫ പഠിച്ചടി. കോമ്പോ കുഴപ്പമില്ലടി. അപ്പോൾ ഇതാ ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ട് ഇറങ്ങിട്ടോ. ഫുഡ് അടിപൊളി, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഞാനും ഒക്കെ ഫസ്റ്റ് ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ടോ പൈസക്ക്. അപ്പം ഞാൻ ആദ്യം കഴിച്ചിറങ്ങി. ഞാൻ കഴിച്ചിറങ്ങിയാലുള്ളൂ ഷെബുവിന് ഫുഡ് കഴിക്കാൻ പറ്റുക. അല്ല ഇവനെ അയക്കൂല. അത് കുട്ടികളിലെ ഉമ്മമാർക്ക് അറിയാം. ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ, പുറത്ത് ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ അതാ ഫുഡ് കുഴപ്പമില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ തേങ്ങാച്ചോറ്, നെയ്ച്ചോറ്, ബിരിയാണി റൈസ്, ഈ 3 റൈസ് നമ്മൾ ടേബിളിൽ കൊടുന്നു കേട്ടോ. അപ്പോൾ പെർ ഹെഡ് 50 രൂപയാണ് റൈസിന് വരുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഡിഷ് എടുക്കൂലേ, എന്തെങ്കിലും ഡിഷും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് സെപ്പറേറ്റ് റേറ്റ്, അത്രേ ഉള്ളൂ. എന്നാൽ കണ്ണ് തള്ളുന്ന വില ഒന്നുമില്ല, പാത്ത വില. അതിൽ ബിരിയാണി റൈസും നെയ്ച്ചോറും എനിക്ക് പറ്റി. തേങ്ങാച്ചോറ് എനിക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കണ അത്ര ഇതൊന്നുമില്ല. ഓ എൻ്റെ സൗണ്ട്. ഇനി ഇതാ ഇവളെ വീട്ടിലേക്ക് പോകണം. ഞങ്ങൾ വന്നിട്ട് ഇവളെ വീട്ടിൽ പോയിട്ടില്ല. അപ്പോൾ ഓളെ വീട്ടിൽ കയറി യാത്ര പറയണം. ഓളെ കെട്ടിച്ചു കൊടുത്തിട്ടോ. മറ്റോലാക്കണം അവിടെ ഇരുന്ന് ഐസ്ക്രീം തിന്നണം, കോലൈസ് ഇരുന്ന് തിന്നണം. എനിക്ക് വില മെരിക്കണിഞ്ഞ് പണി ഷെബ് ഫുഡ് കഴിച്ചോളാം അല്ലേ? കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ഹോട്ടലിൽ കയറുന്ന ഉമ്മമാർക്ക് അറിയാം എന്താണ് ശരിക്കുള്ള അവസ്ഥ എന്താണെന്നുള്ളത്. വില മേരിക്കാൻ നല്ല പാടാക്കണം, പ്രത്യേകിച്ച് ഈ പ്രായം. ഓള ഈ പ്രായമാണ്, ഓള കുഴപ്പമില്ല, ഒന്നുമില്ല, കുഴപ്പമില്ല, മടിയിൽ അടങ്ങിയിരിക്കും. ആ പ്രായം കുരുത്തക്കെട്ടിലുണ്ട്. ഈ പ്രായം പിന്നെ പറയണ്ടല്ലോ. കണ്ടോ, ഈ വണ്ടി തന്നെ ഇരുത്താൻ പറ്റൂല. പിന്നെ വണ്ടി ഒരു തലക്കൊന്നും പൊളിച്ചു തുടങ്ങും. പിന്നെ ഷൂസും ഈ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുത്തൊക്കെ ഷീൻ കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ കിട്ടും. ഷീനാണ് ആപ്ലിക്കേഷൻ കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളിപ്പോൾ ഞങ്ങളെ വീട്ടിലാട്ടോ. പെരിന്തൽമണ്ണ ഒരുമ അല്ലേ? ഒരുമ ഒരു സാധനം വരാൻ വേണ്ടിയാവും. ഇതിൽ നമ്മൾ ഏറ്റവും തിയേറ്റർ ഏതാണ്? തിയേറ്റർ ഏതാണ്? വിസ്മയുടെ നേരെ മുകളിൽ ചെപ്പോ. യെസ്, എന്നാ കയറി മഞ്ഞ് പോവാ. 1:23 പോരി. ഇവിടുന്ന് ഇറങ്ങി യാത്രയും പറഞ്ഞ ഇറങ്ങിട്ടോ. ചാമ്പ കിട്ടിയ എനിക്ക് നോട്ടെ പോപ്പ കാണിച്ചാ അടിപൊളി. ചാമ്പ കുറെ കിട്ടിയാ അവിടുന്ന് കൊടുത്തോണ്ടും മീറ്റും. ഞാൻ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോരടി കയറി. അപ്പൊ അതാ നമ്മള് നേരെ പെരുന്തൽമണ്ണ ഫാമിലി കാട്ട വന്നിരിക്കണത്. ഇനി ഇവിടുന്ന് ഉമ്മാക്ക് സാരി എടുക്കണം, ഷെബുവിന് എന്തൊക്കെ എടുക്കാണ്ട്. ഇപ്പൊ സമയം 3:30. വെളിച്ചം പോണീന് മുന്നേ ഇതിനുള്ളിൽ ഇറങ്ങിയാൽ മതി. ഇനി ഇതെന്തെങ്ങനെ ഇട്ടിക്കണത് പോലെ ഓഫർ ഇട്ടതാ? അങ്ങനെ ഉണ്ടല്ലേ? സുന്ദരി പെണ്ണേ. അമ്മ വിരല് കടിച്ചാൽ തുടങ്ങി കേട്ടമ്മ. വിരല് തൊള്ളിയിൽ തുടങ്ങി കേട്ടാ. അടി പൊട്ടാനായിക്കണ നോക്ക്. ഡി പെട്ട സുട്ടേ ഓടിക്കോ. ബാക്കി പപ്പ നോക്കിക്കോളാ. വിട്ടള പോയിക്കോട്ടെ. ആ കട മിക്കോറും ഒന്ന് വാങ്ങും. ഇജ്ജെടുക്ക നോക്ക്. അതിന്റെ സെക്ഷൻ ഇവിടെ നോക്കാം ആദ്യം. ഞങ്ങൾ പോയിക്കോളി. ഒരുത്തിന് ഇവിടെ കടത്തിയാണ്ട് ഉണ്ടോ. ഇവിടെ വൻ ഷോപ്പിങ്ങിന്. അതായത് കല്യാണത്തലേന്ന് ലൈറ്റ് വൈറ്റ് അമ്മ. ലൈറ്റ് വൈറ്റ് അല്ലേ? കല്യാണത്തലേന്ന് ലൈറ്റ് വൈറ്റ് ആരുണ്ട്. പോയി നോക്കണം കേട്ടോ. പക്ഷെ അത് വൈറ്റ് ആയി പോയി അല്ലേ? വൈറ്റ് അല്ലേ, വേറെ കളറായി, ഗ്രേ ആയി. ആ ലൈറ്റ് വൈറ്റിലല്ലേ വേണ്ടത്.
പക്ഷെ അത് ഇങ്ങനെ വെച്ചാൽ ഇത് കല്യാണത്തിന് എടുത്ത ലേറ്റ് ആയിട്ടാട്ടോ. പക്ഷെ അത് എന്നിട്ട് ഇവൽക്കാർക്കും പറ്റിയില്ല. എന്നിട്ടിപ്പോ നോക്കി സെയിം അതന്നെ. ആവോ ഉണ്ണി വാവോ ഇവനെ മെരുക്കാൻ ആർക്കെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ വന്നോളി. വാവാ ഉണ്ണി വാവോ. ഷബുവിന്റെ അമ്മക്ക് മാക്സി നോക്കട്ടെ. ഞൊക്കെ കഴിഞ്ഞ് കൊണ്ടയോ ഇഷ്ടമായിക്കണോ? ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ അതാ നമ്മള് ഫാമിലി ഇന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നേരെ ജ്വല്ലറിക്ക് വന്ന് കേട്ടോ. ഷെബു ക്ലാരസ് എന്ന് തോന്നുന്നു കേട്ടോ. ഷെബുവിനെ ഇതിനുള്ളിലിട്ട് പൂട്ടി നോക്കി. ഡോറടച്ച് പൂട്ടിയൊക്കെ ഷെബുവിൻ്റെ ഉള്ളിൽ അവനെ ഒന്ന് നോക്കി എന്നിട്ട് ജ്വല്ലറി ക്ലാരസ് അല്ലടി? ക്ലാരസ് അല്ലേ? യെസ് ക്ലാരസ്. അതങ്ങോട്ട് പേര് കിടക്കണേ കേട്ടോ. ഷെബുൻ അവനെ പൂട്ടിയേക്കണേ. എന്തോ കിട്ടിക്കണേ ഷെബു കച്ചില്, എന്തോ കിട്ടിക്കണേ, പോയി പിടിച്ചോ. എന്തൊരു കച്ചറിയണോ മാഷാല്ലാ. ഈ സമയം രസം തന്നെയല്ലേ ഷെബു? കുറച്ച് കഴിഞ്ഞാൽ കിട്ടൂലല്ലോ. പക്ഷെ നമ്മളെ തടി പോവും കേട്ടോ. അവിടെ പെങ്ങളെന്തോ വള എന്തോ മാറ്റിയെടുക്കാണ്ട് ഇറക്കാണ്. അതിന് കയറിയത് അനക്ക് ഒന്ന് വാങ്ങാല. എന്റെ ഒരു മാലൊക്കെ എടുത്തോടി. വേണ്ടേ പൂട്ടി പപ്പന്റെ പൊന്നിന്. പപ്പനെ പൂട്ടി ചെബു പൂട്ടി. വാ കേട്ട് വാ 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 വൈകിട്ടൊക്കെ ഇവിടെ ഇരിക്ക. വാ കുത്തിരിക്ക. വാ. ഇമ്മ അറിയണേ ഇതുപോലത്തെ ഒരു റൂം വീട്ടിലുണ്ടാക്കണമെന്ന്. മൊത്തം ഒരു സാധനങ്ങളും ഒരിക്കൽ കിട്ടരുത് ഇല്ല ഷെബോ? ഒന്നും വെക്കരുത്. ഇതേമാതിരി ഒന്നുമില്ല നുള്ളി പൊറുക്കാനത്. പക്ഷെ പ്ലെയിൻ ആയിട്ട് നല്ല വൃത്തിയിൽ ഇതേമാതിരി റൂം ഉണ്ടാക്കണം കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പുറത്തേക്ക് പൂട്ടുക അല്ലേ? സ്ലൈഡിങ് ഡോറും വെച്ചിട്ട് ഒരു വാഷ്റൂം. പിന്നെ കളിക്കാൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളില്ല ഷെബോ? അതായത് തൊള്ളിലിടാൻ പറ്റരുത് വലിയ വലിയ ഐറ്റംസ്. പറ്റിയാ രസമുണ്ടമ്മ. ലൈറ്റ് വെയിറ്റിൽ ഇതൊക്കെ സുട്ട. ഇപ്പൊ നമ്മളുള്ളത് കല്യാണി സെയിൽസ് ആണ്. കല്യാണി സെയിൽസ് ഇനി പെരുന്തൽമണ്ണത്തെ എല്ലാ ഷോപ്പുകളും എല്ലാ അരിമണികളും ഞങ്ങൾ പൊറുക്കിയെടുത്തിട്ട് ഞങ്ങൾ പോവുള്ളൂ. അപ്പം അങ്ങക്ക് അവിടെ നിന്ന് കിട്ടി. ഉമ്മാക്ക് അവിടെ നിന്ന് സാരി കിട്ടിയിട്ടില്ല. ലൈറ്റ് വൈറ്റ് ഉമ്മാക്കവിടെ പറ്റിയിട്ടില്ലടി. നാളെ ഒന്ന് മാറ്റും ചെയ്യും. പറ്റിയിട്ടില്ല. മതി രസം ഇട്ടിട്ട് കണ്ടോ? നിനക്ക് രസം ഉണ്ടോ മതി? ബ്രൈറ്റും ഉണ്ട്. ചോപ്പ് മഞ്ഞ പച്ച. ചോപ്പ് മഞ്ഞ പച്ച. ഇതെന്താ അറിയോ? മൂപ്പത്തേക്ക് പറ്റിയില്ല. ഞങ്ങൾ നാളെ ഒറ്റക്കൊന്ന് മാറ്റി പോരും. മാറ്റാനായിട്ട് മൂപ്പത്തേർക്ക് പറ്റിനെടുത്തിട്ടില്ലെങ്കിൽ നാളെ മാറ്റാൻ വരും. കല്യാണത്തിന് ലൈറ്റ് വൈറ്റ് വേണമെന്നാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ കളർ എടുക്കൂല കേട്ടോ. ഉമ്മ വെറും പച്ച ചോപ്പ് അതിന്റെ ആളാണ്. ആ മജന്ത കളർ നല്ല രസമുണ്ടല്ലേ? ആ ഓറഞ്ച് കളർ നല്ല രസമുണ്ടല്ലേ? പിന്നെ ഏത് കളർ രസം? വിലയിരുന്ന ആ മജന്ത ആകണം. ആ മജന്ത ഓ ഒറ്റ നിർത്തണ്ട ചേച്ചിയെ. ഇവർക്ക് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞൊരു അസുഖമുള്ള ആൾക്കാരാണ്. ചേച്ചിമാർക്ക് അറിയാം നമ്മളെ ഇത് കേട്ടോ. ഏറ്റവും മുകളിലത്തെ ചേച്ചി നിർത്തില്ല അങ്ങനെ നോക്കിയാ മതി. നല്ല രസമുണ്ടടി. പക്ഷെ എന്റെ മോൻ നമുക്ക് പറ്റൂല. അതിനുള്ളൂ ആരല്യാണത്തിന് ഒപ്പന മീനപ്പം തന്നെ. എത്ര 3000 റുപ്യക്ക് എത്ര? അവൾക്ക് ഫോട്ടോ
സമയം 5:28. ബിഗ് ബോസിൽ സമയം പറയണ മാതിരി സമയം ഇപ്പോൾ 5:28. ഇപ്പോൾ ഞങ്ങൾ കല്യാൺ സിൽക്സിലാണ്. ഇനി ഇവിടുന്ന് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. അപ്പോൾ അതാ നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഷെബുവിൻ്റെ സ്വന്തം പ്ലാന്റ് കഫേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. പക്ഷെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്ലാന്റ് കഫേ പോലെ കുട കൊടുത്ത് നിൽക്കുന്നുണ്ട് ഇവിടെ പുറത്തെത്തിയപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്നാൽ ഷെബുവിന് വാ, ആദ്യം ഷെബുവിനെ ഇറക്കി കൊണ്ടുപോട്ടെ. ഷേ വാ, പോര് പോര്. പ്ലാനറ്റ് കാഫേന്റെ കോട, സ്വന്തം കോട. ആ കോട നേരെ നോക്കി നിൽക്കണ നേരം മെല്ലെ വണ്ടി പോകുന്നളി. മെല്ലെ മെല്ലെ പോന്നാ. ഞാനും അതിലെ കയറി കുടുങ്ങി നേരത്തെ കോടയും കൊണ്ട്. വള്ളറക്കി കുത്തിരിക്കാൻ പറ. ഓക്കെ, താങ്ക് യു. എന്താ വെയിറ്റ്? അടിപൊളി. ജിക്ക് ഇവൾക്ക് എല്ലാ ലീവിനും ഓരോന്ന് വേണമ്മ. അവളെ ഫേവറേറ്റാ. ഇതിങ്ങനെ സൗദിയിൽ സിസ്ലിം ബ്രൗണി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുന്നുണ്ടോ ദമാമില്? ഇങ്ങനെ ഒഴിച്ച് കഴിക്കണല്ലോ. ശുഭോ ബ്രൗണി ഉണ്ട്, പിന്നെ സിസ്ലിം ബ്രൗണി. മെല്ലെ 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 മാറി കടത്തിയാ വീയും. നല്ല രസമുണ്ട്. അപ്പോൾ അതാ നമ്മൾ പ്ലാന്റ് കഫേന്ന് ഇറങ്ങിട്ടോ. നല്ല മഴയാണ്. മഴ എപ്പോഴും ചോർന്നിട്ടില്ല. പ്ലാന്റ് കഫേന്ന് ആള് കൊടുന്നാക്കുന്നുണ്ട് കൊടയും പിടിച്ച്. കയറിക്കോ. ഷെബു എങ്ങനെയുണ്ട്? ആഗ്രഹം തീർന്നാ? ഇഞ്ഞു അൽഹംദുലില്ല. ഇനിയിപ്പോ സൗദി പോവല്ലേ? ഇൻഷാ അല്ലാ അല്ലേ? ഇൻഷാ അല്ലാ. അപ്പോ നമ്മളെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഷെബു വൈൻഡപ്പ് ചെയ്യല്ലേ? നമ്മളോട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. ഇത് പ്രത്യേകിച്ച് ഒരു പണിയില്ല. അപ്പോൾ നമുക്ക് ഇനി പുതിയ വ്ളോഗായിട്ട് വീണ്ടും കാണാം.